എല്ലാവർക്കും നമസ്കാരം. പറയാനുള്ളത് നമ്മുടെ തുടങ്ങിയോ PV അൻവറിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അൻവർ ADGP അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങളല്ല, സത്യമായിട്ട് വരുന്നുണ്ട്. എന്തായാലും നിലവിലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും പിന്തുണ ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു സമയത്തിന് ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അൻവറിന് പാർട്ടിയുടെ പിന്തുണ, അതായത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള മാഷ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം അത് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം എന്ന രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ. അതുപോലെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാവും. നമ്മുടെ ഈ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, നമ്മളെ ആരുടെ പേരെന്തായിരുന്നു, സുജിത്ത് അല്ലേ, സുജിത്ത് മലപ്പുറം SP മുൻ SP, ഇപ്പൊ അയാൾ വേറെ ഏതോ കൊല്ലാണ് തോന്നുന്നു, എവിടെയാണോ. അപ്പോൾ സുജിത്ത് അയാളെ എന്ത് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ അന്വേഷണം ബാക്കിയുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുകാർക്കെതിരെ ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത് അവൈലബിൾ ആണ്, അത് നമ്മൾ വെക്കുന്നില്ല, കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പൊ പറയാനുള്ളത്, ഇത് സർക്കാർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ ചെയ്യാ, അത് ചെയ്യാം. ഇത് നമ്മൾ മിണ്ടാതിരിക്കാനെന്ന് ജസ്റ്റ് പറഞ്ഞ് അത് ചർച്ചാ വിഷയം ആവുമ്പോൾ തന്നെ കൃത്യമായിട്ട് നടപടി എടുക്കുന്നു. ആളെ എന്താ പറയുക, IPS ഉദ്യോഗസ്ഥനാണ്, പോലീസുകാരനാണ്, ഉയർന്ന ഒരു എന്താ പറയുക സ്കെയിലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതൊന്നും നോക്കാതെ സഡൻ ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വീണ്ടും പറയേണ്ടത്, അൻവർ എന്ന ഒരു ജനകീയനായിട്ടുള്ള MLA, പാർട്ടി പ്രവർത്തകൻ, അതും കൂടിയും പറയാണ്ട്. ഞാനിവിടെ MLA കാണുന്നത് ഒരു സഖാവായിട്ടാണ്, പാർട്ടി പ്രവർത്തകനായിട്ടാണ്. കാരണം പാവപ്പെട്ട പ്രവർത്തകർക്കെതിരെ വെറുതെ കേസ് എടുത്തു, അതുപോലെ ഒരുപാട് എന്താ പറയുക കൂടുതലായിട്ട് എന്താ പറയുക വകുപ്പുകളൊക്കെ ചുമത്തി അവർക്ക് കൂടുതൽ അവരെ ലോക്കാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളെ കൊണ്ടുവന്നിട്ട് അവരെ പ്രവർത്തകരെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയും കൂടിയാണ് ഇതിൽ അൻവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അൻവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഇയാള് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നുള്ളത്. അതായത് ഒരു IPS ഉദ്യോഗസ്ഥൻ ഏറിപ്പോ എത്ര സാലറി ഉണ്ടാവും, ഒരു 5 ലക്ഷം കൊടുക്കുക മാക്സിമം. നമുക്കറിയില്ല, എന്നാലും എന്തായാലും 5 ലക്ഷത്തിലേറെ കൂടുതലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു 10 ലക്ഷം കൂട്ടിക്കോ, എന്നാലും അയാൾക്ക് ഇത്രയും വലിയൊരു വീട് കെട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അയാൾ കേട്ടുന്ന ആ കൊട്ടാരം, അൻവർ പറയുന്ന ഈ കൊട്ടാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഏഷ്യാനെറ്റിൻ്റെ ഒരു അന്വേഷണത്തിൽ ഏഷ്യാനെറ്റ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ADGP സാലറി 2,50,500 ആണ്. ആര് കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്നത്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഗൂഗിളിലെ, ഉറപ്പില്ല. അതിലൊരു 3-4 ഏറിപ്പോയി 5 ഉണ്ടാവുള്ളൂ മാക്സിമം. എക്സ്പീരിയൻസ് കൂടിയിട്ട് 5 ഉണ്ടാവും. 5 ലക്ഷം സാലറി വാങ്ങുന്ന ഒരാൾക്ക് എത്ര വലിയൊരു വീട് വെക്കാൻ പറ്റും? പക്ഷെ വേറെ കാര്യം കൂടി ഉണ്ട്, ഇതിന് തുടക്കത്തിൽ വേറെ സംഭവം കൊടുക്കുന്നുണ്ട്. അതായത് ദ എസ്റ്റിമേറ്റ് ടോട്ടൽ പേ റേഞ്ച് ഫോർ ആൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അത് ADGP ഇൻ ഇന്ത്യ ഈസ് ബിറ്റ്വീൻ 14.8 lakh ആണ് പറഞ്ഞത്. 14.8 lakh to 16.2 lakh പെർ ഇയറിൽ മാക്സിമം പോയാൽ 16 ലക്ഷം ഉള്ളൂ. അതെ അതെ. അപ്പൊ അത്രയും സാലറി ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വീട് നിങ്ങൾ ഒന്ന് കണ്ടുപോകും. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത്, അൻവർ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്താണ്. അതെ അതെ, ഇപ്പൊ വെക്കാട്ടോ. ഇന്ന് PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണം, തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അവിടെ മറ്റൊരു കൊട്ടാരം പണിയുകയാണ്. 10,000 തൊട്ട് 12,000 വരെ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീടാണ്. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നാണ് PV അൻവർ ചോദിച്ചത്. എന്നിട്ട് മാധ്യമങ്ങളോട് നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ആരോപണം ഉയർന്നപ്പോൾ ആ സ്ഥലം ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. CP അജിത സ്റ്റേഡിയം അന്ന് കണ്ടൊക്കെ ഞങ്ങൾ, അത് ശരിക്കും വീടാണ്, ISL സ്റ്റേഡിയം കൊടുക്കാലോ. അത് നോക്കിയ സാധനം നോക്കി, എന്തായാലോ
അവിടെ പണിയെടുക്കുന്നത് ഇപ്പോൾ ഭരണകക്ഷി MLA തന്നെ ആരോപിച്ച ആ സ്ഥലമാണ് ഭരണകക്ഷി പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ് ഇത്. പോഷായ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് അവിടെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതാണ്ട് 10 സെന്റ് സ്ഥലത്ത് ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൈലിംഗും മറ്റും നടക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അതായത് കവടിയാർ പാലസ് അവന്യൂ എന്ന് പറഞ്ഞൊരു ഹൗസിംഗ് കോളനിയിലേക്ക് കയറുന്ന ആദ്യത്തെ വീടാണ്. ആദ്യത്തെ പറഞ്ഞ ഓരോ ആരോപണം തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അതെ, ഈ പോക്കാണ് പോണെന്നുണ്ടെങ്കിൽ സോഴ്സ് എവിടുന്നാണെന്ന് അയാള് ബോധ്യപ്പെടുത്തട്ടെ. ഇയാൾക്ക് ഇങ്ങനെ വീട് കയറ്റാനുള്ള സോഴ്സ് എവിടുന്നാണെന്ന് ബോധ്യപ്പെടുത്തട്ടെ. അയാളെ കോട്ടികൾ ഇത് പോലീസുകാരനല്ലേ അങ്ങനെ പല തെറ്റായ രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് അൻവർ പറയുന്നത്. അതായത് വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. എന്റെ അറിവ് പ്രകാരം ഈ ഗവൺമെന്റ് ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല. അതെ, അങ്ങനെയാണ് എന്റെ അറിവ്. ചെയ്യുന്നത് ഇയാൾ അനധികൃതമായിട്ട് അതുപോലും ചെയ്യാൻ പാടില്ല. അതായത് ഇയാൾക്ക് അതുപോലും പറയാൻ പറ്റൂല. അതേ പറഞ്ഞ അയാൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ കുടുംബ സ്വത്തൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കാണിക്കണം. എന്ത് ഇപ്പൊ ഒരു 5 ഏക്കർ റബ്ബർ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ തോട്ടം ഉണ്ടാവും, അതിനൊന്നും ഇത് കിട്ടൂല. പറയാൻ പറ്റില്ല. നല്ല പൈസ ബിസിനസ് വേണം. ഇങ്ങനെയൊക്കെയാണ് വരിക. അല്ല, ബിസിനസ് അങ്ങനെ പുറത്തുനിന്ന് ഒരു സാധനം ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്കറിയില്ല. എനിക്കറിയില്ല പാടില്ല എന്നാണ്. എന്തായാലും അതിന് ഇതിനുള്ളൊരു സോഴ്സ് അത് അയാള് എന്ത് ചെയ്യണം, കാണിക്കണം. അത് വരും ദിവസങ്ങളിൽ വരാം. അപ്പൊ ഇവിടെ വീണ്ടും പറയാനുള്ളത് അൻവറിനെ കുറിച്ച് തന്നെയാണ്. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് കേരളത്തിലെ പോലീസാണ്, അല്ലെങ്കിൽ CBI ആണ്, അല്ലെങ്കിൽ വിജിലൻസ് ആണ്, ക്രൈംബ്രാഞ്ച് ആരായിക്കോട്ടെ. പക്ഷെ അത് കണ്ടെത്തിയത് ഒരു MLA ആണ്, ഞങ്ങളുടെ നേതാവാണ് അൻവർ. അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അത് ഞാൻ എന്തുകൊണ്ട് കാരണം കുറച്ച് പുച്ചായിട്ട് തോന്നും, പക്ഷേ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മൂപ്പര് ഒറ്റക്ക് നയിച്ചുണ്ടാക്കിയാണ് ഈ തെളിവുണ്ടാക്കിയത്. ഇതൊക്കെ പോലീസുകാർ ചെയ്യേണ്ട. ഞങ്ങളത് പറയുന്നത് ഞങ്ങളത് പറയുമ്പോ ഒരാള് മാത്രമല്ല, പാർട്ടിയിൽ പാർട്ടി എന്നല്ല പറഞ്ഞേ. ഞങ്ങളിപ്പോ നമ്മുടെ പത്രോ ലീഗിന്റെ ആൾക്കാർ ലീഗിന്റെ പല പ്രൊഫൈലുകള് കോൺഗ്രസിന്റെ പ്രൊഫൈലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻവറിനെ. അല്ല, നിലമ്പൂര് നമ്മൾ ഏരിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ അൻവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതല്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നിലമ്പൂരുകാരെയും കൊണ്ട് ഓക്കെ, നമ്മുടെ MLA ഓഫ് കോഴ്സ് അത് അംഗീകരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. അതല്ലേ ഇവിടെ നമ്മുടെ നേതാവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ പാവപ്പെട്ട സഖാക്കളെ കേസിൽ കുരുക്കി. ഇപ്പൊ പോത്തല് പോലീസ് സ്റ്റേഷനൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇവര് വെറുതെ ഓരോ പറ്റി അടിച്ചിട്ടും നമ്മളെ നാട്ടിൽ തന്നെ അറിയില്ല, വെറുതെ ഫോണും പിടിച്ച് നിക്കുക. ഒരു കടയ്ക്ക് ഒരു സാധനം വാങ്ങാൻ വന്നാലും അത് ഫോട്ടോ എടുത്തിട്ട് അതിന് വരുമാനം ഉണ്ടാക്കി. അപ്പൊ പോലീസിന് അങ്ങനെ ഒരു അജണ്ട ഉണ്ട്, കോടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെതിരൊക്കെ വിമർശനം, അത് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരെ പിയുന്ന ഈ പോലീസ് സിസ്റ്റത്തിനെതിരെയൊക്കെ സംസാരിക്കും. ഇവിടെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒന്ന് ഇപ്പൊ ഇവര് പറഞ്ഞ ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭരണപക്ഷത്തുള്ള MLA എന്ന് പറഞ്ഞത് പ്രത്യേക ഉദ്ദേശത്തോടെ പറയുന്നുണ്ട്. നമ്മൾ ശരിയാണ്, ഭരണത്തിന് പോരായ്മക്ക് ഭരണത്തിലൊരു MLA പറഞ്ഞു. പക്ഷെ പോസിറ്റീവായിട്ട് കാണാൻ വരുന്നത് അതായത് ഈ ഒരു സംഭവം പോസിറ്റീവായിട്ട് എടുക്കണില്ല. അത് കുറെ കാലമായിട്ട് മാപ്പിളകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ബാക്കിയുള്ളതൊക്കെ പോട്ടെ, EDGPക്കെതിരെ പറഞ്ഞതോ SPക്കെതിരെ പറഞ്ഞതോ അല്ലെങ്കിൽ സുജിത്തിന് എതിരെ പറഞ്ഞിട്ടുള്ളതോ ഒക്കെ നിൽക്കട്ടെ. പക്ഷെ അവിടെ ഈ ഗുരുതരം എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്കിപ്പോഴും അറിയേണ്ടത്, സത്യാവസ്ഥ അറിയേണ്ടത് അതിനെക്കുറിച്ചാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ പറഞ്ഞിട്ട് കുറച്ചിട്ടുണ്ട്. അവിടെ അതെന്തായിരിക്കും പ്രഖ്യാപിച്ചല്ലോ, അതൊരു ധൈര്യമാണ്. ഈ ഇത്രയും സംഭവം പറയുമ്പോഴും സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിനെ വരെ പറഞ്ഞിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അത് മാധ്യമങ്ങൾ പറയുന്നില്ല. മാധ്യമങ്ങൾ എന്താ പറയാ, ഭരണകക്ഷി MLA എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഭരണകക്ഷി MLA ആയിട്ടുള്ള ഒരാൾ, സ്വന്തം പാർട്ടിയുടെ MLA ആയിട്ടുള്ള ഒരാൾ, ആ പാർട്ടിയിൽ അംഗത്വമില്ലെങ്കിൽ പോലും സ്വതന്ത്രം നിന്നാണെങ്കിലും പാർട്ടിയുടെ MLA ആയിട്ടുള്ള ഒരാൾ, അയാൾ ഇങ്ങനൊരു ശക്തമായിട്ടുള്ളൊരു ആരോപണം പറഞ്ഞപ്പോൾ അത് തനിക്കെതിരെ പോലും പ്രശ്നമാകുന്ന ആലോചിക്കാതെ അങ്ങനെ ഉണ്ടെങ്കിൽ സത്യസന്ധമായത് അന്വേഷിച്ച് കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് വളരെ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ്, ഒരു പാർട്ടി സ്വീകരിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി സ്വീകരിച്ചുകൊണ്ടല്ലോ മുഖ്യമന്ത്രി വെറുതെ പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ സംഭവമുണ്ട്. ഏത് മുഖ്യനാണെങ്കിലും ശരി, പാർട്ടിയാണ് പുറത്താണ്. അത് വലിയ കാര്യം, അതൊരു കാര്യം. പിന്നെ ഞാൻ ഇതിൽ പറയാൻ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ നിങ്ങൾ ഈ ആരോപണം വന്നപ്പോൾ നിങ്ങൾ ഇതിനെതിരെ തീരുമാനമെടുത്തു, നടപടിയെടുത്തു, ഹേമ കമ്മിറ്റിനെ കുറിച്ച് എന്താ ഇതെന്ത് കണ്ടില്ലല്ലോ. ഹേമ കമ്മിറ്റി ആണെങ്കിലും തുറന്നു പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്, വ്യക്തമായിട്ടൊരാൾ ഇന്നതെന്ന് പറയട്ടെ. ഇപ്പൊ ഹേമ കമ്മിറ്റി വെച്ചതാരാ?
അതെ അതെ, അതൊന്നും ഇവർ ആലോചിക്കുന്നില്ലടാ. ഈ സാധനം വന്നിട്ടും ആക്ഷൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഇപ്പൊ അടുത്ത് സംസാരിച്ചത് എന്താ, ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. മോഹൻലാലിനെതിരെ എത്ര ആരോപണങ്ങളുണ്ട്, അപ്പോൾ അവരൊക്കെ ഇത് കേട്ടിട്ടില്ല. മമ്മൂട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്, തീരുമാനമാവട്ടെ അല്ലേ. ഇപ്പൊ പൃഥ്വിരാജനെ നമ്മൾ എല്ലാവരും പറയുന്നത്, പൃഥ്വിരാജ് എന്താ പറഞ്ഞിട്ടുള്ളത്, തീരുമാനം. ഇതല്ലാതെ ആരും ഇന്ന ആളെ എനിക്കറിയാം, ഇന്ന സംഭവം. ഇപ്പൊ വലിയ വലിയ ഡയലോഗ് അടിക്കുന്ന നടിമാരുണ്ട്, ഞാൻ വിഷയം മാറിയോണ്ടല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നടിമാരുണ്ട് അവരടക്കം, ഞാൻ വിഷയത്തിലേക്കാണ് വരുന്നത്. ഈ നടിമാര് പോലും പല ഇത് ആണുങ്ങളുടെ ഇതുണ്ട്, ആധിപത്യം ഉണ്ടെന്നൊക്കെ പറയല്ലാതെ ഇവരായിട്ട് ഇവർക്ക് അറിയുന്ന ഒരാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം നടിമാരും ഒരു കേസ് മുന്നോട്ട് കറക്റ്റായിട്ട് വെച്ചില്ല. വെച്ചാൽ അന്വേഷണം ഉണ്ടാവും. അല്ലാതെ ഇവര് ഹേമ കമ്മിറ്റി ഇവര് നിയോഗിച്ചു, അതിന്റെ റിപ്പോർട്ടും കിട്ടി, അതിന്റെ പിറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. എല്ലാം കൂടെ ഒരുമിച്ചൊരു സാധനം കേസ് റിപ്പോർട്ട് FIR കിട്ടി തുടങ്ങിയല്ലോ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞതാണ് അതുപോലത്തെ അതിന്റെ രീതി അങ്ങനെയാണ്. അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ സ്ട്രോങ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാര്യം ആയിരുന്നു, അത് സ്ട്രോങ് ആയിട്ട് എടുക്കുകയും ചെയ്തു. അത് ഇനി വരും ദിവസങ്ങളിൽ ഇതിലും വലിയ ആരോപണങ്ങൾ വരാനും സാധ്യതയുണ്ട്, അതൊക്കെ പുറത്തു വരാനും സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ടി ആണെങ്കിലും സർക്കാർ ആണെങ്കിലും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഊർജ്ജമായി കൈക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുക, ജനങ്ങൾക്കും പ്രവർത്തകർക്കും വേണ്ടി പ്രവർത്തിക്കുക. അതെ, ഓക്കെ.